അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇതേപോലെ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കട്ടെ. ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുമായിരുന്നു ഗോപിക വെയിറ്റ് ചെയ്യൂ, എനിക്ക് ഓഫേഴ്സ് വരും, കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയുടെ ലോഞ്ച്, അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ വരും എന്ന് പ്രതീക്ഷിച്ചത്. അതും കാരണം എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ തെലുങ്കിൽ എനിക്ക് അലവൈകുണ്ഠപുരമൊരു അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു 4-5 തെലുങ്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ കുറേ സിനിമ ചെയ്യാന്നുള്ളതല്ല, വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവാം, നല്ല പ്രൊജക്റ്റുകൾ കിട്ടാൻ. അപ്പം ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാർ അറിയുന്നത് എന്താ വെച്ചാൽ അപ്പോഴേ അറിയുള്ളൂ. നമ്മളല്ലാതെ എത്ര തലകുത്തി പറഞ്ഞിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതേ പടം ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര തിരക്കിലേക്ക് പോകുന്നു, ഷൂട്ടും കാര്യങ്ങളൊക്കെ ഗോവയ്ക്ക് നല്ല പേടിയാന്നൊക്കെയല്ല പറയുന്നത്. സത്യമുണ്ട് നിങ്ങൾക്കത് മനസ്സിലായി. എന്താ പറയുക, എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോൾ അവൾ പേടിക്കും. പ്രേക്ഷകർ കാണുമ്പോൾ അവർ ഒരു വിൻഡോയിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു 20-25 ഫോണോടെ ഉണ്ടെന്ന് അവർ കാണുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഇവളെന്താ, അപ്പൊ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ട് ജാടയാണെന്നൊക്കെ. ജാടയല്ല, അതൊരു പേടിയാണ്. എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമില്ല. പക്ഷെ പരിഭ്രമം ഇവൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക, ഉത്തരം പറയാതിരിക്കുക. അങ്ങനെ ഒരു സ്പേസാണ്. എനിക്ക് തോന്നുന്നു മെല്ലെ മാറിയെടുക്കും. കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയെടുത്തേ പറ്റും. ഇപ്പോൾ ഡീവോ ഡാൻസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് നമ്മൾ മീഡിയയായിട്ട് കൂളാവുന്നതാണ്. ഇവൾക്ക് എന്താ വെച്ചാൽ ഈ സാധനം ചെയ്യുമ്പോൾ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കൊല്ലത്തിലൊരു ഇന്റർവ്യൂ, 2 കൊല്ലത്തിലൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല. ഈ പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് ഇവര് വിടാതെ പിടിച്ചോളൂ. പക്ഷെ ഇപ്പൊ തന്നെ കുറെ ആള് മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് മാറാൻ പറഞ്ഞ എളുപ്പമുള്ള കാര്യം. പക്ഷെ മെല്ലെ എഫേർട്ട് ഇപ്പൊ ഇന്ന് തന്നെ ശരിയോ, അത് അതെന്തായാലും ഒരു മെല്ലെ പൊരുത്തപ്പെടും. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്തതിനൊരു നല്ലൊരു ഫലം ഇപ്പൊ കിട്ടിയില്ലേ? കാരണം എല്ലാവരും സാധനം ടൂലുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തിയായി. ഞങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോൾ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. പക്ഷെ അവൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. സീരിയൽസ് വന്നിരുന്നു, വെബ് സീരീസ് വന്നു, സിനിമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയുന്നത് അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒരു വലിയ റിസൾട്ട് ആണ്. വലിയ ഈശ്വര അനുഗ്രഹം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.